ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ഒരു ചാനലിൽ ഞാനിതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ എന്നെ പറ്റിയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. ഒരു യൂട്യൂബ് ചാനലിൽ ആദ്യം നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. പക്ഷെ ഞാൻ ഫസ്റ്റ് ഒരു വ്ളോഗാണ് കേട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നെ പറ്റി ഞാൻ പറയാം. അപ്പോൾ എൻ്റെ പേര് സുൽത്താന എന്നാണ്. ഞാനൊരു ഡെൻ്റൽ അസിസ്റ്റൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ താമസിക്കുന്നത് പാലക്കാടാണ്. എൻ്റെ സ്വന്തം വീട് കോഴിക്കോടാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് വർക്ക് പ്ലേസിൽ ഇരുന്നുകൊണ്ടാണ്. ഞാൻ കുറേ ഷോർട്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ലോങ് വീഡിയോ ചെയ്യേണ്ട ഒരു ഐഡിയ എനിക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ചെയ്യാതെ ഇരുന്നത്. ഇനി അങ്ങോട്ട് കുറച്ച് ലോങ് വീഡിയോസൊക്കെ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ യൂട്യൂബ് ചാനലിൽ എനിക്ക് മുന്നേ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ മോണിറ്റൈസേഷനൊക്കെ ആയിട്ട് ഫസ്റ്റ് ഏർണിങ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ റീച്ചൊക്കെ കുറഞ്ഞ വീഡിയോ ഒക്കെ ഇടാൻ എനിക്ക് പറ്റാണ്ടായപ്പോൾ റീച്ചൊക്കെ പോയിട്ടാണ് പിന്നെ ഞാൻ ആ ചാനൽ മാറ്റിയിട്ട് പുതിയതൊരു ചാനൽ തുടങ്ങിയത്. സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഞാൻ സംസാരിച്ച് തുടങ്ങുമ്പോൾ വിഷയം വേറെ അങ്ങോട്ടൊക്കെ പോവാണ്. അപ്പോൾ വീടെന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് വീടാണ്. എൻ്റെ സ്വന്തം വീട് കോഴിക്കോടാണ്. പിന്നെ എനിക്ക് 4.5 വയസ്സുള്ളൊരു മോനുണ്ട്. അങ്ങനെ അവനിപ്പോൾ LKG പഠിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ താഴെ ഷെയർ ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. +2 കഴിഞ്ഞിട്ട് പിന്നെ ശരിക്കും പഠിച്ച ഡിസൈനിങ് ആണ്, ഫാഷൻ ഡിസൈനിങ് ആണ് പഠിച്ചത്. അത് 1 ഇയർ പഠിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിനായിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റ്. പക്ഷെ അതിന് സ്കോപ്പ് വളരെ കുറവാണ്. നമ്മൾ തന്നെ 5-6 കൊല്ലം മുന്നെയാണ്. അപ്പോൾ തന്നെ ആ ഒരു സമയത്തൊന്നും അങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് ഡ്രസ്സ് ആൾക്കാർ ഇടുന്ന അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതൊക്കെ കുറച്ചും കൂടെ അതായത് എല്ലാവരും കസ്റ്റമൈസ് ചെയ്യിപ്പിക്കുന്ന ആ ഒരു സംഭവമൊക്കെ ഇപ്പോഴാണ് കുറച്ചും കൂടെ ട്രെൻഡിങ്ങിലായത്. ഒരു 1.5 വയസ്സ് ആ സമയത്ത് ഞാൻ വെറുതെ ഇരുന്ന സമയത്താണ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് പഠിച്ചത്. ഒരു 6 മാസത്തെ കോഴ്സായിരുന്നു അത്. അവോധ പറഞ്ഞിട്ട് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് അത് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ മാനേജ്മെൻറ്റ് ഉള്ള ഹോസ്പിറ്റലിൽ മാത്രമേ ഈ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടാവുള്ളൂ. അപ്പോൾ അടുത്തൊന്നും പെട്ടെന്ന് അതായത് നമ്മൾക്ക് പോയി വരാനുള്ള ഒരു ഡിസ്റ്റൻസിലുള്ള ഹോസ്പിറ്റലുകളിലൊന്നും അന്വേഷിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ക്ലിനിക്കുകളിൽ അന്വേഷിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് അന്വേഷിച്ച് ഇവിടെ കിട്ടിയത്. ഓൺലൈൻ ആയതുകൊണ്ട് എത്രമാത്രം നമുക്ക് വിശ്വസിച്ചിട്ട് ഇത് ചെയ്യാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഓൺലൈനായിട്ട് നമ്മൾ കുറച്ച് അധികം പൈസ കൊടുക്കുക, എന്നിട്ട് പഠിക്കുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ അന്വേഷിക്കുമ്പോൾ തന്നെ നമുക്ക് വിശ്വാസം ഉണ്ടാവില്ലല്ലോ. ഇങ്ങനെ നമ്മൾ ഇത്രയും പൈസ വിശ്വസിച്ച് കൊടുക്കുക, എന്നിട്ട് അതിന് സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ലെങ്കിൽ എന്താ ചെയ്യുക എന്നുള്ളത്. പക്ഷെ ഞാൻ അന്വേഷിച്ചപ്പോൾ അതായത് മാനേജ്മെൻറ്റ് ഉള്ള ഹോസ്പിറ്റലാണെങ്കിൽ കുറച്ച് ദൂരമായിരുന്നു. എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് പെരിന്തൽമണ്ണ, അങ്ങനെ പാലക്കാട് ആ ഒരു ഭാഗത്തൊക്കെ കുറേ ഹോസ്പിറ്റലുകളിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത്രയും ദൂരം നമുക്ക് പോയി വരൽ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അവിടെ ഞാൻ നോക്കാണ്ടിരുന്നത്. ഇപ്പം ഇൻറ്റേൺഷിപ്പിന് പോയി എന്നാൽ തന്നെ ഉള്ളൂ നമ്മളൊരു സ്ഥലത്ത് മാനേജ് ചെയ്യേണ്ടി എങ്ങനെയെന്ന് പഠിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ 3 മാസം ഇൻറ്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നമുക്ക് അപ്പോൾ ഓക്കെ ഗൈസ്, ഇൻട്രൊഡക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഞാൻ സംസാരിച്ച് കോഴ്സിനെ പറ്റി മാത്രമായിപ്പോയി. അപ്പം നമുക്ക് ഇതുപോലത്തെ ഒരു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.